ഈ ചിത്രത്തിൽ എന്തെങ്കിലും പുതുമയുള്ള വിഷയമായിരിക്കണമെന്ന് ടോമിച്ചൻ മുളുകുപാടത്തിന് നിർബന്ധമായിരുന്നു. ബജറ്റ് നോക്കാതെ നല്ലൊരു ചിത്രം ചെയ്യണമെന്നായിരുന്നു ടോമിച്ചൻ മുളുകുപാടം പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉദയകൃഷ്ണൻ പുലിമുരുകന്റെ ത്രെഡുമായി എത്തുന്നത്. പക്ഷേ ചിത്രത്തിന്റെ ബജറ്റും മുന്നോട്ടുള്ള കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയെങ്കിലും വൈശാഖ് ചെയ്യാമെന്നേറ്റു. മോഹൻലാലിനോട് കഥ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ സാധ്യമാകുമോ എന്ന് ചോദിച്ചുവെങ്കിലും ലാലിന് കഥ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അന്ന് ചിത്രത്തിന്റെ പേര് നിശ്ചയിച്ചിരുന്നില്ല. മോഹൻലാലാണ് ചിത്രത്തിന് പുലിമുരുകൻ എന്ന പേര് ഇടാമെന്ന് പറയുന്നത്. ഇപ്പോൾ പുലിമുരുകൻ 100 കോടിയും കടന്ന് ആഘോഷിക്കുകയാണ്. മലയാളത്തിലെ 100 കോടി കടന്ന ആദ്യ ചിത്രം എന്ന റെക്കോർഡാണ് ഇപ്പോൾ പുലിമുരുകന് സ്വന്തമായിരിക്കുന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.